ലെവലില് അത് നിനക്ക് അടി കിട്ടീന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്തായാലും നീ ഈ ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ നീ കുറെയൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല, നമ്മളെല്ലാവരും ഒരേ വള്ളത്തിൽ കാല് ചവിട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും വേദനിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇനിയാണെങ്കിലും ലിബിലി നീ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയല്ല. ഒരാളുടെ വീട്ടിലുള്ള അമ്മ പെങ്ങന്മാരെയും അല്ലെങ്കിൽ ഭാര്യയൊക്കെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ അംഗീകരിക്കില്ല ഒരിക്കലും. ഇപ്പൊ തന്നെ അത്ര ആളുകളെ നീ സ്വന്തമായ ശത്രുക്കളുണ്ടാക്കി അല്ലേ? അപ്പൊ ഇനിയാണെങ്കിലും നീ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. വീട്ടിലുള്ള ആളുകളെ പറഞ്ഞാൽ ആരും ആയാലും പ്രതികരിക്കും, ഞാനായാലും പ്രതികരിക്കും അല്ലേ? നീ ആണെങ്കിലും പ്രതികരിക്കും. അപ്പൊ മുൻപോട്ട് പോകാൻ നോക്ക്. ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ല തല്ലുകൊള്ളുന്നത്, അത് പല തവണയായില്ലേ. അപ്പൊ ഇനിയെങ്കിലും നല്ല നല്ല കണ്ടന്റുകൾ നീ ചെയ്യാൻ നോക്ക്. അതാണ് മാക്സിമം ചെയ്യേണ്ടത്. പിന്നെ എന്നോട് നീ വീഡിയോ ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ മാക്സിമം ചെയ്തു തരാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിവൈരാഗ്യങ്ങളൊന്നുമില്ല. പിന്നെ നീ എനിക്കെതിരെ കുറച്ച് കണ്ടന്റുകളൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ ജനങ്ങൾ കണ്ടപ്പോൾ അവർക്കത് മനസ്സിലായി. നീ ചെയ്യുന്നത് പൊട്ടത്തരങ്ങളാണെന്ന് അത് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അത് ഉൾക്കൊള്ളാറില്ല. അത് നിന്റെ വിഡ്ഢിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അണ്ണൻ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആള് കുറച്ച് വിഡ്ഢിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ആരുടെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ കൂട്ടി തെറി പറയാറില്ല. അതൊക്കെയാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ ലൈവിൽ വന്നതിന് ശേഷം നീ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് എന്തെങ്കിലും മാക്സിമം ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതൊക്കെ നീ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ നിനക്ക് ഇനിയും മുന്നോട്ട് പോകാം. അപ്പൊ ഇനിയാണെങ്കിലും ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ വീട്ടുകാരെ പറഞ്ഞാൽ ആരായാലും കേൾക്കൂല ലെവലിൽ, ഒരാളും കേൾക്കൂല, ഒരു വീഡിയോക്കാരെന്നല്ല ഒരു മനുഷ്യരും കേൾക്കില്ല. അപ്പൊ ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഈ ഒരു സഹോദരന്റെ ഒരു അഭ്യർത്ഥനയാണ്. അത് നീ മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിച്ചാൽ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ വനിതാ തിയേറ്ററിൽ ഒരു കാരണവശാലും ഇനി നിനക്ക് പോകാൻ കഴിയില്ല. പോകാൻ കഴിയുമോ? കാരണം നീ മീഡിയക്കാരെ ഉറപ്പിച്ചുകൊണ്ട് നിനക്ക് ഒരു കാരണവശാലും വനിതയിലോട്ട് ചെല്ലാൻ പറ്റില്ല. നീ അവന്റെ ഭാര്യയ്ക്ക് കൂട്ടിയും അല്ലെങ്കിൽ അവന്റെ ഉമ്മാക്ക് കൂട്ടിയൊക്കെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ഒരാളും കേൾക്കില്ല. അപ്പൊ ഇനിയാണെങ്കിലും ശ്രദ്ധിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പോട്ടെ എന്ന് സ്നേഹപൂർവ്വം നിന്റെ സ്വന്തമായി മാറ്റുക.